നവീകരണത്തിനായി വെട്ടിപ്പൊളിച്ചിട്ടതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി. ഏറെ പ്രതീക്ഷയോടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തിയാണ് പാതി വഴിയിൽ കിടക്കുന്നത്. പാലക്കാട്ട് നിന്ന് ഷാരിഖ് നവാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പണി പാതി വഴിയിൽ. കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ ലഭിച്ചിരുന്നത്. എന്നാൽ ഫണ്ട് ലഭിക്കുന്നതിലെ കാലതാമസവും പുതിയ എസ്റ്റിമേറ്റിന് അനുമതി ലഭിക്കാത്തതും നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണമായി. നിലവിൽ 20% ജോലികൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. കുണ്ടും കുഴിയുമുള്ള റോഡുകൾ കാരണം യാത്രക്കാർക്ക് ദുരിതമനുഭവിക്കേണ്ടി വരുന്നു. ഇത്രയും കമ്പനികളുണ്ടായിട്ടും ഇത്രയും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ റോഡ് ഇപ്പോൾ ബ്ലോക്കിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ ആണെന്ന് പറയണത് അവർ. പിന്നെ ബഡ്ജറ്റിൻ്റെ ആണോ എന്താണെന്ന് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ ഭാഗത്ത് ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഓട്ടാനും ശരി, വണ്ടിക്ക് ഒന്നരയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനും അവിടേക്ക് പൈസ കൊടുക്കാനും നമുക്ക് ഓടി ഇതാകാനുള്ളൂ. വ്യവസായ മേഖലയിലൂടെ കടന്നുപോകുന്ന 2 പ്രധാന റോഡുകളുടെയും പാലങ്ങളുടെയും ഇവിടെയുള്ള നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരുന്നത്. ഇതിൽ ചിലയിടങ്ങളിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റിടങ്ങളിൽ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവിടങ്ങളിൽ കാൽനട യാത്ര പോലും സാധ്യമല്ല. ഇതാണ് ഏറെ പ്രയാസത്തിലാക്കുന്നത്. പാറപ്പിരിവ് കഞ്ചിക്കോട് മേനോൻപാറ എന്നിങ്ങനെ 2 പ്രധാന റോഡുകളാണ് പുതുക്കി പണിയുന്നത്. വ്യവസായ നഗരമായതിനാൽ ചരക്ക് ഗതാഗതവും ഏറെ ബുദ്ധിമുട്ടിയാണ് നടത്തുന്നത്. മഴക്കാലം കൂടി ആരംഭിച്ചതോടെ നിർമ്മാണ പ്രവൃത്തി ഇനി എന്ന് ആരംഭിക്കുമെന്ന ചോദ്യചിഹ്നമായി മാറുകയാണ്. വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നുപോയാൽ പൊടിമയമാണ്. നവീകരണ പ്രവർത്തനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മാസങ്ങളോളമായി. എന്ന് തീരും ഈ യാത്രാ ദുരിതമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.